ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. UDFന്റെ MP-മാരെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ വെറുതെ പറയുന്ന 2 MP-മാര് ഒരു മികച്ച പ്രകടനമാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പുറത്തെടുത്തത്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? കേരളത്തിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ എന്തെങ്കിലും സാമ്പത്തികം കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ജബി മേത്തറും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള PV അബ്ദുൾ വഹാബും ചോദിച്ചത്. ഒരുപക്ഷെ പിണറായി വിജയൻ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണം വാങ്ങി അതിന്റെ ഭാഗമായി മാറി എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പൂക്കി സതീശനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും പറയുന്നത് കേട്ടിട്ടാവും ഇവര് ഈ ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഉത്തരമാണ് അവിടെ നിന്ന് കിട്ടിയത്. അതായത് കേരളം നിലവിൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ല. സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ PM ശ്രീയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്ന് മാത്രമാണ് കേന്ദ്രം പറയുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പോകാം എന്ന് സംസ്ഥാനത്തോട് കേന്ദ്രം പറയുകയാണ്. അതിനുള്ള അവസരം കേരളത്തിന് മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവിടെ കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഒപ്പിട്ട് പണം വാങ്ങി അതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ കഴിയില്ല, ഞങ്ങളും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന കളവ്, പച്ചക്കള്ളമാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് മുന്നിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും UDF ഗവൺമെന്റ് ഈ കേരളത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ച വന്ദേമാതരത്തിന്റെ മുഴുവൻ വാരികളും ആലപിച്ച VD സതീശൻ മുതൽ അവിടെ നിന്നിട്ട് പടിയായി കേരളത്തെ RSSന് കീഴിൽ അടിയറവ് വെക്കുക എന്നതാണ് VD സതീശന്റെ നിലപാട്. അതിന് മുസ്ലിം ലീഗിന്റെ വക എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. KM ഷാജിയുടെ പ്രസ്താവനയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളത് കേട്ടതാണ്. KM ഷാജി പറഞ്ഞത്, നിങ്ങൾ മാർക്സിസ്റ്റുകാർ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചിട്ടുള്ള PM ശ്രീ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ KM ഷാജിയൊക്കെ ഒന്ന് പൂച്ചയെ പോലെ പരുങ്ങുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് N ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ പ്രതികരണത്തിലൊക്കെ എന്തൊരു മാറ്റമാണ്. ലീഗിന്റെ നേതാവ് പഴയ PM സലാമിനെ ഒന്നും കാണാനില്ല. നേതാക്കന്മാർക്ക് ആർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മുഖത്ത് മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള ജാള്യത എന്ന് പറയുന്നത് അങ്ങേയറ്റം വിവരണ അതീതമായിട്ടുള്ള ഒരു ജാള്യതയാണ് കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മുഖത്ത് കാണുന്നത്. ഇതാണ് പറയുന്നത് പിണറായി വിജയനെ സംഘി ഏജന്റാക്കി ചിത്രീകരിക്കുകയും അതുവഴി അധികാരം നേടുകയും ആ അധികാരം നേടിയതിനു ശേഷം ആരാണ് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളെ തടഞ്ഞു നിർത്തിയിരുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും LDF ഗവൺമെന്റിന്റെ ഭരണ നഷ്ടത്തിൽ സങ്കടപ്പെട്ട ആളുകളെ സംബന്ധിച്ചെല്ലാം ഇതൊരു അവസരമാണ്, ഇതൊരു വലിയ ഒരു സാധ്യതയാണ്. കാരണം LDF ഈ നാടിനെ മുന്നോട്ട് നയിച്ചത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു അവസരം വീണ് കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്.